ഹായ് മച്ചാമാരെ, അപ്പം നമ്മൾ എന്നുള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. നമുക്കിന്നൊരു സൈറ്റ് വിസിറ്റിംഗ് ആണ്. സൈറ്റ് വിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും പല കാര്യങ്ങളായിട്ട് സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഏകദേശം അടുത്തുള്ള ഏരിയകളിലൊക്കെ നമ്മൾ പോയി വർക്കിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലൈൻറ്റിനോട് പറയലുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ നമുക്ക് പ്രൊഫൈലായിട്ട് ചെയ്യാനുള്ളത്. അത്യാവശ്യം ഏരിയകളുണ്ട്, അത്യാവശ്യം നല്ല ഏരിയകളുണ്ട്. കാരണം നല്ലൊരു അടിപൊളി വീടാണ്, കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീട്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ടോട്ടലി 4 ബെഡ്റൂം ഉൾപ്പെട്ട ഒരു അടിപൊളി വീട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീടാണ്. എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫും കൂടെ വന്നിട്ട് വീട് അടിപൊളിയാണെന്ന് പറഞ്ഞൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്, അതേപോലെ ഡബിൾ ഹൈറ്റിൽ ചെയ്യാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കലുണ്ട് നിങ്ങൾ സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടോയെന്ന്. നമ്മൾ സൈറ്റ് വിസിറ്റിംഗ് ഉണ്ട്, സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് എന്ത് ചെയ്യുന്നത് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ എല്ലാ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല സൈറ്റിലും നമ്മൾ കുറച്ച് മുന്നൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, സൈറ്റ് വിസിറ്റ് ചെയ്ത് ഡിസൈനും കാര്യങ്ങളും എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് ചെയ്യിക്കുന്നൊരു പ്രവണത നമ്മളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്യുന്നത്. ആ മേടിക്കുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വർക്കിൻ്റെ സമയത്ത് ആ സാധാ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് കുറച്ച് ഒഴിവാക്കലാണ് കൂടുതലും ചെയ്യൽ കേട്ടോ. അതൊരു എമൗണ്ട് ആക്കിയിട്ട് നമ്മൾ അഡ്വാൻസ് എമൗണ്ട് പോലെ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുന്ന സാഹചര്യത്തിൽ അവരോട് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. പക്ഷേമാരെ, അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓണർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓണർ പ്രവാസിയാണ്, അതിലുപരി എന്താ വെച്ചാൽ നമ്മളൊരു ഫോളോവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് ഡിസൈനുകൾ നമ്മൾ വൈകാതെ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോയുടെ ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യും. കാരണം ഈ നോമ്പിൻ്റെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് പരമാവധി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് സാഹചര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ബുദ്ധിമുട്ടായിരിക്കും പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് വർക്ക് വളരെ കുറച്ചത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ഉഷാറാക്കി സെറ്റാക്കി തരും. പലരും നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയുന്നൊരു കേസാണ്, എന്ത് ചെയ്യുന്നുണ്ട്, നോമ്പ് കഴിഞ്ഞിട്ടേ വർക്ക് എടുക്കാറുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് എന്ത് ചെയ്യുക, കാലതാമസം വരും. എല്ലാവരും വർക്കും അറ്റൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയാം. ഇതേപോലെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.